രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെ, ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ബലാത്സംഗ പരാതി നൽകി യുവതിയെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വർ തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രാഹുലിനെ ACJM കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും കസ്റ്റഡിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് രാഹുലിനെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. രാഹുലിനെ പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോയി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നെങ്കിലും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. നിരാഹാരം ആരംഭിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. അറസ്റ്റിലായ രാഹുൽ ഈശ്വർ പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കോടതി ഹർജി തള്ളി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇതോടെ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത്. തൻ്റേത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണെന്നായിരുന്നു രാഹുലിൻ്റെ അവകാശവാദം. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്.